അയാൾക്ക് 38 വയസ്സായിരുന്നു. അയാൾ നല്ല ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പല പ്രാവശ്യവും അദ്ദേഹത്തെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചും ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞു അടുത്ത കൊല്ലമാവട്ടെ നോക്കാമെന്ന്. പക്ഷേ അടുത്ത കൊല്ലത്തേക്ക് അദ്ദേഹം ഉണ്ടായില്ല. ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ അദ്ദേഹം ഈ ലോകത്തു നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അത് വലിയൊരു ഫിനാൻഷ്യൽ ഷോക്കായിരുന്നു. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറക്കാം. പക്ഷേ ഒരു സാമ്പത്തികമായിട്ട് വരുന്ന സ്ട്രെസ്സ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അല്ലേ? അത് നമ്മൾ തരണം ചെയ്തേ പറ്റും. ആ കുടുംബം ഒരു തരത്തിലും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവർ ഫിനാൻഷ്യലി ആയിട്ട് യാതൊരു ബാക്കപ്പും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോയത്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാം. കാരണം ഇപ്പോഴും ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്നവരാണ് പലരും. അവരൊരിക്കലും അവരുടെ കുടുംബത്തിന് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമുണ്ട്, നാളെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്ത ആർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എടുക്കാത്തവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് നോക്കുക. കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ഫാമിലിയാണ് അത് സഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതലായിട്ടുള്ള ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാകാം. താങ്ക് യു.